ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ 14ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബ്രേസ്ലെറ്റ് ഗിഫ്റ്റായി നൽകുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നെറ്റിൽ തിരഞ്ഞപ്പോൾ ലവേഴ്സിനാണ് നൽകാറുള്ളത് എന്ന് സാക്ഷി കാണുന്നു. അവളൊന്ന് സംശയിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി തിരഞ്ഞപ്പോൾ മുതിർന്നവർ കെയറിംഗ് കാണിക്കാനും അത് നൽകാറുണ്ട് എന്ന് അവൾ കാണുന്നു. അവൻ അതായിരിക്കും ഉദ്ദേശിച്ചതെന്ന് അവൾ വിചാരിക്കുന്നു. താഴെ ആരോ വന്നു എന്ന് മനസ്സിലായി അവൾ എഴുന്നേറ്റ് ചെന്ന് നോക്കുന്നു. അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അവൾ സാധനമൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ജാഷു സെയിം ഫ്ലൈറ്റിലാണ്. രാവിലെ എയർപോർട്ടിലേക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞതൊക്കെ അവൾ അവരോട് പറയുന്നു. രാവിലെ വെറുതെ ഉറക്കം കളയേണ്ടെന്ന് പറഞ്ഞ് രാത്രി തന്നെ അവൾ അവരോട് യാത്ര പറയുന്നുണ്ട്. സത്യത്തിൽ ജാഷു ബുക്ക് ചെയ്തിരുന്നത് അവൾ പോകുന്ന ഫ്ലൈറ്റ് ആയിരുന്നില്ല. രാത്രി മുറിയിലെത്തി അവൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അവൾ പറഞ്ഞ ടൈമിലുള്ള ആ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ടിക്കറ്റ് കിട്ടാൻ അത്ര എളുപ്പമായിരുന്നില്ല. കുറേ ശ്രമിച്ചു നോക്കിയിട്ടും ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് അവൻ ഫ്രണ്ട്സിൻ്റെ സഹായം ചോദിക്കുന്നു. ടിക്കറ്റ് കൺഫേം ആവുന്നത് നോക്കിയിരുന്ന് അവൻ ഉറങ്ങിപ്പോകുന്നുണ്ട്. ഇടയ്ക്ക് മെസ്സേജ് വരുന്ന ശബ്ദം കേട്ട് ഉണർന്നു നോക്കിയപ്പോഴാണ് ടിക്കറ്റ് കൺഫേം ആയി എന്നറിയുന്നത്. അതിനുശേഷമാണ് അവൻ ആശ്വാസത്തോടെ കിടന്നുറങ്ങിയത്. അടുത്ത ദിവസം വെളുപ്പിന് സാക്ഷി പോകാൻ റെഡിയായി പുറത്തിറങ്ങിയപ്പോൾ അവൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖം കണ്ട് ഇന്നലെ നന്നായി ഉറങ്ങിയില്ല എന്ന് അവൾ ചോദിക്കുന്നു. കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അവൻ കള്ളം പറയുന്നു. അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവൻ കൊണ്ടുവന്നിരുന്നു. അത് കൊടുക്കുമ്പോൾ അവൾ ബ്രേസ്ലെറ്റ് കയ്യിലിട്ടിട്ടുണ്ടോ എന്ന് അവൻ നോക്കുന്നു. ഇല്ല എന്ന് കണ്ട് നിരാശയോടെ ഞാൻ തന്ന ഗിഫ്റ്റ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൻ ചോദിക്കുന്നു. അവൾ അതിന് മറുപടിയൊന്നും നൽകുന്നില്ല. ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് തന്നെ വിചാരിച്ച് അവൻ മുന്നോട്ട് നടക്കുന്നു. കുറച്ച് നടന്നപ്പോൾ അവളുടെ കയ്യിലിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിലേക്ക് നോക്കി തിരിഞ്ഞു നിൽക്കുന്നു. അവൻ്റെ നിൽപ്പ് കണ്ട് ചേട്ടനൊന്നും കഴിച്ചില്ല എന്ന് അവൾ ചോദിക്കുന്നു. ഇല്ല എന്നവൻ പറഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന ബൺ അവൾ അവനെടുത്ത് കൊടുക്കുന്നു. അവനത് വാങ്ങുന്നുണ്ട്. അവൾ ബാക്കിയുണ്ടായിരുന്ന ജ്യൂസ് മാത്രം എടുത്ത് കുടിക്കാൻ തുടങ്ങുന്നു. അത് മാത്രം കുടിച്ചാൽ നിനക്ക് വയറ് നിറയുമോ എന്നവൻ ചോദിച്ചപ്പോൾ മനസ്സോടെ അല്ലെങ്കിലും അവൾ അത് മതിയെന്ന് പറയുന്നു. അവളോട് വാതുറക്കാൻ പറഞ്ഞിട്ട് അവനത് അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തിട്ട് തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അതിൽ നിന്ന് കുറച്ച് മുറിച്ച് അവന് കൊടുക്കുന്നുണ്ട്. അവൾ എയർപോർട്ടിലെത്തി ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഒരു സ്കൂൾമേറ്റിനെ കാണുന്നു. വിശേഷങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തില്ല. കൂടെയുള്ള അവൾ അവൻ്റെ ഗേൾഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്നു. രണ്ടുപേരുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ അല്ല എന്ന് മനസ്സിലാക്കുന്നതിനാൽ അയാൾ സോറി പറയുന്നു. മാത്രമല്ല നീയും ജിയാങ്ങും ഒരുമിച്ചാണെന്ന് ഞാൻ കേട്ടിരുന്നു. അത് ഓർക്കാതെയാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്നും അയാൾ പറയുന്നു. ഞാനും ജിയാങ്ങുമായി യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ ഒരുമിച്ചാണെന്ന് ആരാണ് പറഞ്ഞത് എന്ന് ജാഷു ചോദിക്കുന്നു. പറഞ്ഞതാരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കുമെന്ന് പറഞ്ഞ് അയാൾ പിന്നെയും സോറി പറയുന്നു. ഫ്ലൈറ്റിന് ടൈമായപ്പോൾ അയാൾ പോകുന്നു. ജിയാങ് ആരാണെന്ന് സാക്ഷി അവരോട് ചോദിക്കുന്നു. അന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് ഇഷ്യൂ ഉണ്ടാക്കിയ പെണ്ണാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഇല്ല. അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നിനക്കത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. മാത്രമല്ല എനിക്ക് ഗേൾഫ്രണ്ടിനെ കിട്ടുകയാണെങ്കിൽ ആദ്യം അക്കാര്യം നിന്നോട് പറയാമെന്ന് ഞാൻ വാക്ക് തന്നിരുന്നതല്ലേ എന്നവൻ ചോദിക്കുന്നു. അവനിപ്പോഴും അത് ഓർമ്മയുണ്ടെന്നത് അവളെക്കുറിച്ച് അത്ഭുതപ്പെടുത്തുന്നു. പക്ഷേ അന്ന് എയർപോർട്ടിൽ വെച്ച് കണ്ടത് അവൻ്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു എന്നാണല്ലോ അവൾ ഇപ്പോഴും കരുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് അവൾ ചോദിക്കുന്നു. സിയുനെ അവൾ എൻ്റെ ഗേൾഫ്രണ്ടായി തെറ്റിദ്ധരിച്ചെന്ന് കേട്ടപ്പോൾ അവന് ചിരി വരുന്നുണ്ട്. അതെൻ്റെ ഗേൾഫ്രണ്ട് അല്ല എന്ന് മാത്രം പറഞ്ഞതല്ലാതെ ആരാണെന്ന് അവൻ ഇപ്പോൾ പറയുന്നില്ല. അവൻ അങ്ങനെ ഒരു ഗേൾഫ്രണ്ട് ഇല്ലായിരുന്നു എന്നറിഞ്ഞപ്പോൾ അവനെ താൻ വെറുതെ തെറ്റിദ്ധരിച്ചാണല്ലോ. അവൻ ഒരിക്കലും തനിക്ക് തന്ന വാക്ക് തെറ്റിച്ചിട്ടില്ല, കള്ളം പറഞ്ഞിട്ടുമില്ല എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട് ജാഷു ചിരിയടക്കാൻ പാടുപെടുന്നുണ്ട്. പക്ഷേ അത് അവൾ കാണാതിരിക്കാനും അവൻ ശ്രദ്ധിക്കുന്നു. അവൾ ഇഷ്ടപ്പെടുന്നത് തന്നെയാണെന്ന് കൂടുതൽ ബോധ്യമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് അവൻ. ഇഹേനെത്തിയപ്പോൾ അവൻ അവളെ ഹോസ്റ്റലിൽ കൊണ്ടുവിടുന്നു. മുറിയിൽ ചെന്ന് പെട്ടി വെച്ചിട്ട് അവൾ ബാൽക്കണിയിലേക്ക് ഓടിച്ചെന്ന് താഴെ നിൽപ്പുണ്ടായിരുന്ന അവന് കൈവീശി യാത്ര പറയുന്നു. ആ സമയത്ത് വേവേ അവളുടെ പുറകിലെത്തുന്നുണ്ട്. അവൾ അവനെ കണ്ട് ഹായ് പറയുന്നു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സാക്ഷി അവളെ കണ്ടത്. അവൻ പോയി കഴിഞ്ഞപ്പോൾ അവളോട് വിശേഷങ്ങൾ ചോദിച്ച് വേവേ അടുത്ത് കൂടുന്നു. ഏത് ഐഡന്റിറ്റിയിലാണ് അവൻ നിന്നെ കൊണ്ടുവിട്ടത് എന്നവൾ ചോദിച്ചപ്പോൾ കൃത്യമായി അറിയില്ല എന്ന് സാക്ഷി പറയുന്നു. ഇതുവരെയായിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ? നിങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചെന്നൊക്കെ അവൾ ചോദിക്കുന്നു. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അവൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് എന്തൊക്കെയോ വ്യത്യാസങ്ങൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. മുമ്പ് അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവന് എന്നെ ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെയാണ് പെരുമാറുന്നത്. ഇതുവരെ ഒരു റിലേഷൻഷിപ്പിലായിട്ടില്ല എന്നൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞു. പക്ഷേ ഇഷ്ടമാണെന്ന് പൂർണ്ണമായി ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കുമെന്നൊക്കെ അവൾ പറയുന്നു. നിനക്ക് ഇത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് എന്താണ്? നീ എന്താ ആൾ മോശമാണോ എന്നൊക്കെ ചോദിച്ച് വേവേ അവളെ വഴക്ക് പറയുന്നു. ഞങ്ങളുടെ ഇതുവരെയുള്ള റിലേഷൻഷിപ്പിൽ വെച്ച് ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അവനെ അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നു ഞാൻ ഇത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഉറപ്പായും അവൻ്റെ പുറകെ നടന്ന് ഞാൻ എൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞേനെ. റിജക്റ്റ് ചെയ്യപ്പെടുന്നതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുക പോലുമില്ലായിരുന്നു. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ എനിക്ക് അതിന് കഴിയില്ല. ചെറുപ്പം മുതലേ ഞാൻ വളരുന്നത് കണ്ടുകൊണ്ട് അവൻ എന്നോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് സംശയമാണെന്ന് അവൾ പറയുന്നു. നീ ഇങ്ങനൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പ്രായപൂർത്തിയായവരല്ലേ. അവന് നിന്നേക്കാൾ 4-5 വയസ്സ് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് എന്താണ് പ്രശ്നം? 7-8 വയസ്സിന് ഡിഫറൻസ് ഉള്ളവർ വരെ വിവാഹം കഴിക്കുന്നു. പിന്നെയല്ലേ ഇത്? ഞങ്ങൾക്കാർക്കും അതൊരു പ്രശ്നമായി തോന്നുന്നേയില്ല. നിന്റെ മനസ്സാണ് പ്രശ്നമെന്ന് വേവേ പറയുന്നു. അപ്പോൾ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സാക്ഷി അവളോട് ചോദിക്കുന്നു. വയസ്സ് വ്യത്യാസത്തിൻ്റെ കാര്യമൊക്കെ മറന്ന് രണ്ടുപേരും പ്രായപൂർത്തിയായവരാണെന്ന രീതിയിൽ നാച്ചുറലായി അവനോട് പെരുമാറാൻ ശ്രമിക്കണം. അവൻ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ നീയും അതിനനുസരിച്ച് പ്രതികരിക്കണം. അവൻ പ്രത്യേകിച്ച് നീക്കങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിൽ നീയും അതേ രീതിയിൽ തന്നെ പ്രതികരിച്ചാൽ മതിയെന്ന് വേവേ ഉപദേശിക്കുന്നു. അവിടെ നിന്ന് തിരികെ പോകുമ്പോൾ ജാഷു ചിന്തിച്ചതും അവളെക്കുറിച്ച് തന്നെയായിരുന്നു. അവൾ ഇഷ്ടപ്പെടുന്ന ആൾ താൻ തന്നെയാണെന്ന് അവനിപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഫയ്യെ വിളിച്ചിട്ട് നീ വളരെ മിടുക്കനാണെന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്നു. നിന്റെ ഭാര്യയുടെ മനസ്സ് കീഴടക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ അവളോട് ഇഷ്ടം തുറന്നു പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിന് ഇത്ര സംശയിക്കേണ്ട കാര്യം എന്താണ്? അവൾക്ക് നിന്നെ ഇഷ്ടമല്ലേ? അപ്പോൾ പിന്നെ തുറന്നു പറഞ്ഞാൽ പോരെ എന്ന് ഫെയ് ചോദിക്കുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. അതിനു മുമ്പ് എനിക്ക് അവളെ ശരിക്കും ഇഷ്ടമാണെന്ന് അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞാൻ അവളെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നായിരിക്കും അവൾ ചിന്തിച്ചിട്ടുണ്ടാകുക. അതെനിക്ക് മാറ്റിയെടുക്കണമെന്ന് ജാഷു പറയുന്നു. അവൾ ഇഷ്ടപ്പെടുന്നത് നിന്നെയാണെന്ന് നിനക്ക് മനസ്സിലായി എന്ന് അവൾ അറിഞ്ഞു എന്ന് ഫെയ് ചോദിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായതായി ഞാൻ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. അങ്ങനെ കാണിച്ചാൽ അത് അവളുടെ അഭിമാനത്തെ ബാധിക്കും. അതുകൊണ്ട് തൽക്കാലം ഇത് രഹസ്യമായി തന്നെ സൂക്ഷിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൻ പറയുന്നു.
നിന്റെ ഭാര്യയുടെ മനസ്സ് കീഴടക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ എന്ന് അവൻ വീണ്ടും ചോദിക്കുന്നു. ഞാനിപ്പോൾ തിരക്കിലാണ്, വൈകുന്നേരം നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഫെയ് ഫോൺ വെക്കുന്നുണ്ട്. ജാഷു നല്ല സന്തോഷത്തിലാണ് വീട്ടിലെത്തിയത്. ഓഫീസിൽ വെച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ സീനെക്കുറിച്ച് അവൻ അവൾക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങിയെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ചിട്ട് അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നു. സാക്ഷി ഫ്രണ്ട്സിനൊപ്പം പുറത്തുപോയ സമയത്താണ് കോൾ വന്നത്. ആ സമയത്ത് അവൾ ഫോണിനടുത്തുണ്ടായിരുന്നില്ല. അവൻ്റെ കോൾ കണ്ട് വേവേ അവളെ ഉറക്ക വിളിച്ചിട്ട് ആവേശത്തോടെ അത് അറ്റൻഡ് ചെയ്യാൻ പറയുന്നതൊക്കെ കേട്ടപ്പോൾ എന്താണ് കാര്യമെന്ന് മറ്റു രണ്ടുപേരും ചോദിക്കുന്നുണ്ടെങ്കിലും പിന്നെ പറയാമെന്ന് വേവേ പറയുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകാൻ ഉടനെങ്ങാണ് ഫ്രീ ആകാൻ പറ്റുമെന്ന് ചോദിക്കാനാണ് അവൻ വിളിച്ചത്. ശനിയാഴ്ച പോകാമെന്ന് അവൾ ആദ്യം പറഞ്ഞെങ്കിലും അന്ന് ഫ്രണ്ട്സിനൊപ്പം ലൈബ്രറിയിൽ പോകേണ്ടത് കൊണ്ട് അന്ന് പറ്റില്ല. വെള്ളിയാഴ്ച വൈകുന്നേരം ഫ്രീ ആണ് എന്ന് അവൾ പറയുന്നു. അന്ന് പോകാമെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. സമയവും സ്ഥലവും ഒക്കെ പിന്നീട് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുന്നു. രണ്ടുപേരും നല്ല മസിൽ പിടിച്ചാണ് പരസ്പരം സംസാരിച്ചത്. കോൾ കട്ടായി കഴിഞ്ഞപ്പോൾ മറ്റു രണ്ടുപേരോടും വേവേ വിവരം പറയുന്നു. അപ്പോൾ മിങ്ങിൻ്റെ കാര്യമെന്ന് വാങ് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണ്, ഞാൻ അക്കാര്യം അവനുമായി ക്ലിയർ ചെയ്ത് കഴിഞ്ഞുവെന്ന് സാക്ഷി പറയുന്നു. ഇഷ്ടം തുറന്നു പറയാനായിരിക്കണം ജാഷു പുറത്തേക്ക് വിളിപ്പിക്കുന്നതെന്ന് യൂഷിൻ അഭിപ്രായപ്പെടുന്നു. ഇനി അതിന് തന്നെ ആയിരിക്കുമെന്ന് എല്ലാവർക്കും സംശയമാകുന്നു. എന്തായാലും അതിന് പ്രിപ്പയർ ചെയ്ത് തന്നെ പോയാൽ മതി, നിന്റെ മുടിയും ഡ്രസ്സുമൊക്കെ നന്നായിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ അവർ അവളെ ഉപദേശിക്കുന്നുണ്ട്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് അവളോട് പറഞ്ഞിരുന്ന ദിവസം ജാഷു ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുന്നു. അവൻ്റെ വരവും പ്രതീക്ഷിച്ച് വയവേ ബാൽക്കണിയിൽ ചെന്ന് വെളിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവൻ്റെ കാർ വന്നതും അവൾ അകത്തേക്ക് ഓടിച്ചെന്ന് സാങ്ഷിയോട് വിവരം പറഞ്ഞ് അവളെയും പിടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഓടുന്നു. സാക്ഷി അവളെ തിരിച്ചകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ജാഷു താഴെ നിന്നുകൊണ്ട് അവളുടെ ഫോണിലേക്ക് വിളിച്ച് റെഡിയായി കഴിഞ്ഞെന്ന് ചോദിക്കുന്നു. ഞാൻ റെഡിയായി നിൽക്കുകയാണ്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾ വേഗം അകത്തേക്ക് കയറി ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് പുറപ്പെടുന്നു. ഹീലുള്ള ചെരുപ്പ് തന്നെയാണ് എന്ന് അവൾ എടുത്തത്. കൂട്ടുകാർ പറഞ്ഞതുപോലെ അത്യാവശ്യം നന്നായി ഡ്രസ് ചെയ്യുകയും മേക്കപ്പ് ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവളെ കണ്ടപ്പോൾ തന്നെ അവനത് ശ്രദ്ധിക്കുന്നു. നീ ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ തവണ പോയ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ ഒരാൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിനക്ക് അയാളെ പരിചയപ്പെടുത്തരാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയത്. ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം തനിക്ക് പരിചയപ്പെടുത്തരാമെന്നല്ലേ അവൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളെ പരിചയപ്പെടുത്തരുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കുമെന്ന് ചിന്തിച്ച് അവൾ ആകെ മൂഡ് ഓഫ് ആക്കുന്നു. കാറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാനുള്ള അവകാശം അവൻ്റെ ഗേൾ ഫ്രണ്ടിനാണല്ലോ എന്ന് ചിന്തിച്ച് അവൾ പുറകിലെ സീറ്റിലേക്ക് കയറാൻ തുടങ്ങുന്നു. നീ എന്നെ ഡ്രൈവറാക്കാൻ പോവുകയാണെന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ സൈഡിലേക്ക് ചെന്ന് ഫ്രണ്ടിലെ ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ ചെന്നിറങ്ങിയപ്പോഴും അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ ആയിരിക്കുമ്പോൾ കാണാൻ പോകുന്നതെന്ന് ചിന്തിച്ച് സാക്ഷിയാകെ മൂഡ് ഓഫ് ആക്കുന്നു. അവിടെ വെയിറ്റ് ചെയ്യുന്ന സിയുനെ കണ്ടപ്പോഴും അവൾ ഒന്ന് സംശയിക്കുന്നു. ഇതെൻ്റെ സുപ്പീരിയർ ആണ് എന്ന് പറഞ്ഞ് അവൻ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. അവളെ മുമ്പ് എയർപോർട്ടിൽ വെച്ച് കണ്ടതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് ഇപ്പോഴും അവൾക്ക് ഓർമ്മയുണ്ടെന്ന് സീൻ ചോദിക്കുന്നുണ്ട്. മെനു കാർഡ് നൽകിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഓർഡർ ചെയ്യാൻ പറയുന്നു. അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാത്റൂമിലേക്കെന്ന് പറഞ്ഞ് ജാഷു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ആ സമയത്ത് സീൻ അവളോട് കാര്യമായി സംസാരിക്കുന്നുണ്ട്. അന്ന് എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ശരിക്കും പരിചയപ്പെടാൻ പറ്റിയില്ല. ശരിക്കും അത് ജാഷുവിൻ്റെ ഒപ്പം വരേണ്ടിയിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. പക്ഷേ അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യത്തിന് പോകേണ്ടി വന്നു. ജാഷുവിന് അന്ന് നല്ല സുഖമില്ലായിരുന്നതിനാൽ തനിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടെ വന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സ്ട്രേഞ്ചറായ ഞാൻ കൂടെയുള്ളത് നിനക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് തോന്നിയതിനാലാണ് നീ ബാത്റൂമിലേക്ക് പോയ സമയത്ത് എന്നോട് തിരിച്ചു പോയിക്കോളാൻ ഞാൻ പറഞ്ഞത്. നീ ബാത്റൂമിൽ പോയ സമയത്ത് നിന്റെ കാര്യം പറഞ്ഞ് അവൻ വിഷമിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ സിയുൻ അവളോട് പറയുന്നു. അന്ന് താൻ വളരെ ശരിക്കും തെറ്റിദ്ധരിച്ചല്ലോ എന്ന് സാക്ഷി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ജാഷു വളരെ നല്ലവനാണ്, എനിക്കവനെ അറിയാവുന്ന കാലം മുതൽ ഇതുവരെ അവൻ സിംഗിളാണ്, ഒരു മോശം റിലേഷൻഷിപ്പിലും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവനെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങളും സിയുൻ അവളോട് പറയുന്നു. അപ്പോഴാണ് അവർ അവിടേക്ക് വന്നവരെ പറഞ്ഞ് സിയുൻ്റെ ഹസ്ബൻഡും ബാക്കി കൊളീഗ്സും എല്ലാം കൂടി പുറത്തേക്ക് പോയ ജാഷുവിൻ്റെ ഒപ്പം അവിടേക്ക് കയറി വന്നത്. ഇത് നല്ല റെസ്റ്റോറൻ്റ് ആണെന്നറിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നതാണ് എന്നാണ് അവർ പറഞ്ഞത്. അവളെ പരിചയപ്പെടുത്തി തരാൻ എല്ലാവരും കൂടി അവനോട് പറയുന്നു. ഇതെൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാണ് അവൻ പരിചയപ്പെടുത്തിയത്. മുമ്പ് ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഒന്നുകിൽ സിസ്റ്ററാണ് അല്ലെങ്കിൽ ബന്ധുവാണ് എന്നൊക്കെ പറഞ്ഞല്ലേ അവൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് ഫ്രണ്ടെന്ന് പരിചയപ്പെടുത്തുന്നതെന്ന് അവൾ ചിന്തിക്കുന്നു. ജാഷു തിരിച്ച് അവരെയും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അവർക്ക് അടുത്തുള്ള സീറ്റുകളിലൊക്കെ ആയിരിക്കുന്നു. നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി കഴിച്ചാലോ എന്ന് ജാഷു അവളുടെ അടുത്തിരുന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അതിന് പറ്റുമോ എന്ന് അവൾ ചോദിച്ചതും ഞങ്ങൾ പോവുകയാണ്, ഓഫീസിൽ വെച്ച് കാണാം എന്ന് സിയുനോട് പറഞ്ഞിട്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടുന്നു. പുറത്തെത്തിയ ശേഷമാണ് അവളുടെ കയ്യിലെ പിടി അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ പെട്ടെന്ന് തന്നെ പിടിവിടുന്നുണ്ട്. ഇനി നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ വരണ്ട, 2 തവണ ഇവിടെ വന്നപ്പോഴും മര്യാദയ്ക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നു. ഇന്നത്തെ സംഭവം ഒരു മോശം കാര്യമായി കാണണ്ട, എന്നാലും ഇഷ്ടമല്ലെങ്കിൽ നമുക്കിനി ഇവിടെ വരണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ മറ്റെവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നു. ചേട്ടൻ പറഞ്ഞിട്ടാണോ സീൻ എന്നോട് അന്നത്തെ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. അവൾ അതിനെക്കുറിച്ച് സംസാരിച്ചോ എന്ന് അവൻ ചോദിച്ചപ്പോൾ സംസാരിച്ചു. ചേട്ടൻ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് വിശ്വസിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ നിനക്ക് കുറച്ച് പോലും സംശയം ബാക്കി ഉണ്ടാകരുത് എന്നാണ് ഞാൻ ചിന്തിച്ചത്, അല്ലെങ്കിൽ അത് ഭാവിയിൽ പിന്നെ ഒരു തടസ്സമാകും എന്നവൻ പറയുന്നു. അവൻ ഭാവിയെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അവൾ കുറച്ച് ത്രില്ലടിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. അവൾക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് അവൻ ചോദിക്കുന്നു. അവളും അത് സമ്മതിക്കുന്നു. അങ്ങനെ അവർ അടുത്തുള്ള ഒരു മാളിലേക്ക് പോകുന്നു. സിനിമയ്ക്ക് കയറുന്നതിന് മുമ്പ് അവളൊരു ജ്യൂസ് ഓർഡർ ചെയ്യുന്നു. അത് റെഡിയാക്കുന്ന സമയത്ത് കാര്യങ്ങൾ എവിടെ വരെയായി എന്ന് ചോദിച്ച് അവളുടെ റൂംമേറ്റ്സ് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യുന്നു. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയേക്കും എന്നവൾ റിപ്ലൈ നൽകിയപ്പോൾ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയോ എന്ന് അവർ ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്. അവൻ എന്തു പറഞ്ഞു? ഇഷ്ടം തുറന്നു പറഞ്ഞോ? നിങ്ങളിപ്പോൾ എവിടെയാണ് എന്നിങ്ങനെ പലതും അവർ ചോദിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾ ആർക്കോ മെസ്സേജ് അയക്കുന്നത് ശ്രദ്ധിച്ച ജാഷു ആരാണെന്ന് ചോദിക്കുന്നതിനാൽ അവൾ പിന്നെ റിപ്ലൈ ഒന്നും നൽകുന്നില്ല. റൂംമേറ്റ്സ് ആണെന്ന് അവനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവൾ ഓർഡർ ചെയ്തിരുന്ന ജ്യൂസ് റെഡിയാക്കുന്നു. അത് വാങ്ങിക്കൊണ്ട് അവർ മുന്നോട്ട് നടക്കുന്നു. ജ്യൂസ് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് അത് മിൽക്ക് ടീ ആണെന്ന് അവൾ അറിയുന്നത്.
അവൾക്ക് പാൽ അലർജിയാണെന്ന് ഇപ്പോൾ അറിയാവുന്നതിനാൽ അവനാകെ വെപ്രാളപ്പെടുന്നു. പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല, ഞാനൊന്ന് സിപ്പ് ചെയ്തതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ സമാധാനിപ്പിക്കുന്നു. അവനത് തിരികെ കൊണ്ടു കൊടുത്തിട്ട് മറ്റൊരു ജ്യൂസ് വാങ്ങി വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും പാലിൻ്റെ റിയാക്ഷൻ കാരണം അവളുടെ മുഖത്ത് ചെറിയ കുരുക്കൾ വന്നു തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിനിമയ്ക്ക് പോകണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് അവൻ നിർബന്ധിച്ച് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഡോക്ടർ പറഞ്ഞ മരുന്ന് ഒരു ഫാർമസിയിൽ നിന്ന് അവർ വാങ്ങുന്നു. എന്തൊക്കെ പ്രതീക്ഷയിലാണ് വന്നത്, ഇത് ഇന്ന് തന്നെ സംഭവിക്കണമായിരുന്നു എന്നൊക്കെ അവൻ മരുന്ന് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവൾ ചിന്തിക്കുന്നുണ്ട്. മുഖമൊക്കെ കുരുത്തത് കാരണം അവൾ കോട്ടെടുത്ത് മുഖത്ത് കൂടി കെട്ടിവെച്ചിരിക്കുകയാണ്. അത് അഴിക്കാതെയാണ് അവൻ മരുന്ന് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ അത് കഴിച്ചതും. അവൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാനായി അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ ജാഷു ഒരു ദിവസം ഒരു കേക്കൊക്കെ വാങ്ങിക്കൊടുത്ത് സിയുനെ സോപ്പിട്ട് സാങ്ഷിയുമായി മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. മുമ്പ് എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ അവൾ ഗേൾ ഫ്രണ്ട് ആണെന്ന് തെറ്റിദ്ധരിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ട് അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അവളോടൊന്ന് വിശദീകരിക്കാമോ എന്ന് അവൻ ചോദിക്കുന്നു. സീൻ അത് സമ്മതിച്ചപ്പോൾ ഇതുവരെ എനിക്കൊരു ഗേൾ ഫ്രണ്ടും ഇല്ലായിരുന്നു എന്നുകൂടി പറയുമോ എന്നവൻ ചോദിക്കുന്നു. സീൻ അതും സമ്മതിക്കുന്നുണ്ട്. എല്ലാം ഓക്കെ ആക്കിയിട്ട് അവൻ ടേബിളിനടുത്തേക്ക് പോയതാണ്. പെട്ടെന്ന് തിരിച്ച് ഓടിച്ചെന്നിട്ട് എനിക്ക് റിലേഷൻ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അത് നാച്ചുറലായി പറഞ്ഞതാണെന്ന് തോന്നുന്ന രീതിയിൽ പറയാമോ എന്നവൻ ചോദിക്കുന്നു. സീൻ ചിരിച്ചുകൊണ്ട് അതും സമ്മതിക്കുന്നു. അവന് സാങ്ഷിയോടുള്ള താല്പര്യം അവൾക്ക് മനസ്സിലായിരുന്നു. ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.